പ്രിയപ്പെട്ടവരെ, വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയുമായി വരുന്നത്. പലപ്പോഴും വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അവസാനം തീരുമാനിച്ചു ഒന്ന് ചെയ്തു കളയാം. എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ പണിമുടക്ക്. സത്യത്തിൽ ഈ ദേശീയ പണിമുടക്കിൽ ഞാനും പങ്കെടുത്തായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? ആ ദിവസം യാത്ര ചെയ്തു. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദേശീയ പണിമുടക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നടത്തിയെന്നുള്ളത് നമ്മൾക്കെല്ലാം അറിയാം. പത്രമാധ്യമങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞു. അപ്പോഴാണ് പ്രസക്തമായ ഒരു ചോദ്യം വരുന്നത്, കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? അത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണല്ലോ. ഇത് കാണുമ്പോഴും എനിക്ക് തോന്നുന്നത്, ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഗതാഗതം ഭംഗിയായി നടക്കുന്നു, ഓഫീസുകൾ പ്രവർത്തിക്കുന്നു, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ പ്രതിഷേധം അറിയിക്കേണ്ടവർക്ക് അവരുടെ ഓഫീസുകളിൽ പോയോ വീട്ടിലിരുന്നോ പ്രതിഷേധിക്കാം. ഇത് ഇന്ത്യയിലുള്ള മറ്റെല്ലായിടത്തും ബാധകമാണ്. ഇന്ത്യയുടെ ഭാഗമല്ല അല്ലേ എന്ന് ചോദിക്കുന്ന നമ്മളുടെ കേരളത്തിൽ ആർക്കും വെളിയിൽ ഇറക്കാനൊക്കാത്ത അവസ്ഥയാണ്. പക്ഷെ ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഞാനൊരു ദൂരയാത്രയിലായിരുന്നു. ഏതാണ്ട് 110 കിലോമീറ്റർ ദൂരെയുള്ള എൻ്റെ ഗ്രാമപ്രദേശത്തേക്ക് കഴിഞ്ഞ ദിവസം പോയതായിരുന്നു. സത്യത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഈ ദേശീയ പണിമുടക്കിനെ പറ്റി ഞാൻ അറിഞ്ഞത് തന്നെ. എന്നതിൻ്റെ അർത്ഥം ഞാൻ പത്രം വായിക്കുകയില്ലെന്നോ ന്യൂസ് കേൾക്കില്ല എന്നോ ഒന്നുമല്ല. ഞാൻ ഒരു സാധാരണ മലയാളിയായിരിക്കുന്നു. കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. തിരിച്ചു പോകേണ്ടത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചപ്പോൾ മാത്രമാണ് ഈ ദേശീയ പണിമുടക്ക് എന്ന് പറയുന്ന പ്രവർത്തനത്തിനെ പറ്റി ഞാൻ ആലോചിച്ചത്. എനിക്ക് വരേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് വീണ്ടും കാറിൽ യാത്രയായി. എനിക്കൊരു നേട്ടമുണ്ടായി പണിമുടക്കിൽ. എന്താണെന്നറിയാമോ? സാധാരണ 2.5 മണിക്കൂറാണ് ഈ ദൂരം ഞാൻ എടുക്കുന്നത് യാത്ര ചെയ്യുവാൻ. കഴിഞ്ഞ ദിവസം 1 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് എനിക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞു. ആരുടെയൊക്കെയോ ഭാഗ്യത്തിൽ ഒരു അപകടവും ഉണ്ടായില്ല, ആരും തടഞ്ഞില്ല. നട്ടുച്ചയ്ക്കായിരുന്നു ഞാൻ യാത്ര ചെയ്തത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ദേശീയ പണിമുടക്ക് ആർക്കാണ് ഇമ്പാക്ട് ഉണ്ടാക്കിയത്? അത് മാത്രമേ എനിക്ക് ചർച്ചയുള്ളൂ. ആരിലാണ് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്? ആരുടെ ശ്രദ്ധയാണ് ഈ ദേശീയ പണിമുടക്ക് ശ്രദ്ധിച്ചത്? 2 പേരെ പരിചയപ്പെടുത്താം. എൻ്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ ദൂരെ റോഡ് സൈഡിലുള്ള 2 ആൾക്കാരെ ഞാൻ സ്ഥിരമായി കാണുന്നവരാണ്. ഒരാള് സമീപത്തുള്ള വീടുകളിൽ നിന്നും കപ്പ കൊണ്ടുവന്ന് വിൽക്കുന്നു. കപ്പയോടൊപ്പം അദ്ദേഹത്തിന് സാധാരണ 5 കിലോയിൽ താഴെ കപ്പയെ കൊണ്ടുവരുള്ളൂ. 3-4 തേങ്ങ കാണും, കുറച്ച് മാങ്ങയോ പഴമോ ഒക്കെ കാണും. ഏതാണ്ട് രാവിലെ 7:30 അദ്ദേഹം അവിടെ വന്ന് ചെറിയൊരു ത്രാസുമായിട്ടിരിക്കും. 12-1 മണിക്കോ മുമ്പ് ഈ സാധനങ്ങളൊക്കെ തീരും. ആ മനുഷ്യൻ തിരികെ പോകും. രണ്ടാമത്, എൻ്റെ താമസ സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ മുമ്പിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ പൊതിച്ചോറ് വിൽക്കാൻ വരും. ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അസുഖമാണ്, ബെഡ്റിഡനാണ്, അതായത് കിടക്കയിൽ കിടക്കുന്നു. വീട്ടിലുള്ള എല്ലാ പണിയും ഈ മനുഷ്യനാണ് ചെയ്യുന്നത്. ഈ മനുഷ്യൻ ചെയ്തതിന് ശേഷം ഈ പൊതിച്ചോറുമായിട്ട് ആൾ വരും. ഒരു ദിവസം 18-20 പൊതിച്ചോറാണ് വരുന്നത്. സംശയമുള്ളവർക്ക് തിരുവനന്തപുരത്ത് ചെമ്പഴന്തിക്ക് സമീപമുള്ള ഉദയഗിരി ജംഗ്ഷനിൽ വന്നാൽ ഇദ്ദേഹത്തെ എന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിന് ഈ 18 പൊതിച്ചോറ് ഓരോ പൊതിച്ചോറിനും 80 രൂപയ്ക്കോ മറ്റോ വിൽക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരുപക്ഷെ 20 രൂപയോ മറ്റോ ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം 400 രൂപ ലഭിക്കും. അദ്ദേഹത്തിന് ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ച 2 പേർ ഇവർ മാത്രമാണ്. ഒരുപക്ഷെ ബംഗാളിൽ നിന്നും വന്ന് തൊഴിൽ ചെയ്യാൻ വന്നവർക്ക് ബാധിച്ചിട്ടുണ്ടാവാം. അതിനപ്പുറത്ത് കൊച്ചു ഡാബുകൾ നടത്തുന്നവരില്ലേ, നമ്മുടെ തട്ടുകട എന്ന് പറയുന്നത് നടക്കുന്നത്, വീട്ടിലെ ഊണെന്ന് പറയുന്നത് തുടങ്ങുന്നുണ്ടല്ലോ, അവരെയെല്ലാം ഇത് ബാധിച്ചിട്ടുണ്ടാവും. മറ്റ് നമ്മൾക്കാർക്കും ഇത് ഒന്നും ബാധിച്ചിട്ടില്ല. നമ്മൾക്ക് ബാധിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഒരു പ്രശ്നവുമല്ലാതായിരിക്കുന്നു. സമരം ചെയ്യണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഞാനും സമരം ചെയ്തിട്ടുള്ളവനാണ്. പക്ഷേ കാലോചിതമായി നമുക്കൊന്ന് പുരോഗമിക്കണ്ടേ? അല്ലെങ്കിൽ അടുത്ത തലമുറയെങ്കിലും നമ്മളോട് ചോദിക്കും, എന്താ വാര്യരെ താൻ നന്നാകാത്തത്? ഈ ചോദ്യം കേട്ടാലും നമ്മൾ നന്നാകാതെ പോകുന്നു. സമരം ചെയ്യട്ടെ, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, പ്രതിഷേധം അറിയിക്കട്ടെ. പക്ഷേ ഓരോന്നിനും ഓരോ മാതൃകയുണ്ട്, ഓരോന്നിനും ഓരോ ലിമിറ്റുണ്ട്, ഓരോന്നിനും ഓരോ തരമുണ്ട് ചെയ്യുന്നതിന്. പക്ഷേ ഇതിനപ്പുറത്ത് നിന്നുകൊണ്ട്
സ്കൂളുകളിൽ വരുന്ന അധ്യാപകരെ പൂട്ടിയിടും എന്ന് നമ്മൾ തീരുമാനിക്കുകയോ, വണ്ടി എടുക്കുന്നവരുടെ വണ്ടി പൂട്ടിയിടുമെന്ന് തീരുമാനിക്കുകയോ, പെട്രോൾ പമ്പ് തുറന്നാൽ അത് അടപ്പിക്കുമെന്ന് തീരുമാനിക്കുന്നതോ ഇതിന് സമരമെന്ന് പറയാമോ എന്ന സംശയം എനിക്കുണ്ട്. ഒപ്പം ഒരു രഹസ്യം കൂടി പരസ്യമാക്കുകയാണ്. അവിടെ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഓഫീസിൽ എപ്പോഴെങ്കിലും ഒന്ന് ചെന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. അപ്പൊ 5 മണിക്ക് മുമ്പ് ഓഫീസിൽ ഒന്ന് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഡയസ്നോ ഇമ്പോസ് ചെയ്യും. പക്ഷേ അവർ മുൻകൂർ ജാമ്യം കൂടെ പറയുന്നുണ്ട്. വെളിയിൽ നിന്നും ആരെങ്കിലും വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയാൽ അവർക്ക് ഡയസ്നോൺ ആയി പോകുമെന്ന്. പക്ഷേ നമ്മളെല്ലാം കൂടി നടത്തുന്ന സമരമാകുമ്പോൾ ഇൻസ്പെക്ഷൻ എങ്ങും നടന്നിട്ടുണ്ടാവില്ല. എപ്പോഴെങ്കിലും വന്ന് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒപ്പിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിറ്റേ ദിവസമുള്ള സൗകര്യം നമ്മൾ കൊടുത്തു കാണും. അപ്പോൾ ഈ സമരം വിജയിപ്പിച്ചത് ആരാണ്? ഈ സത്യത്തിൽ ഈ സമരം വിജയിപ്പിച്ചത് എൻ്റെ വീടിന് സമീപത്ത് ആ തട്ടുകട നടത്തുന്ന, പൊതിച്ചോറ് വിൽക്കുന്ന പാവം പിടിച്ചവനും കപ്പ വിൽക്കുന്ന ആ പാവം പിടിച്ചവനും അല്ലാതെ ആരാണ് ഈ സമരം വിജയിപ്പിച്ചത്? ഈ സമരം ആരിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്? ചിന്തിക്കേണ്ട സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കാലം നമ്മളോട് വീണ്ടും ചോദിക്കും, എന്താ വാര്യരെ താൻ നന്നാവാൻ?